ഹായ് ഗൈസ്, ഞാനിപ്പോൾ ഒരു വീഡിയോ എടുത്ത് ഇങ്ങ് മാറിപാട് ഞാൻ കണ്ടൊരു ന്യൂസ് ഉണ്ട്. ിൽ ആൺ സുഹൃത്തിന്റെ ആക്രമണത്തിനിരയായി അബോധാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പോക്സോ കേസ് അതിജീവിത മരണപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ പെൺകുട്ടിയെ വീട്ടിനുള്ളിൽ അവശനിലയിൽ കണ്ടെത്തിയത്. വീഡിയോ എടുത്ത് അവിടെ പോയി ഇരുന്ന് ഫസ്റ്റ് ഇൻസ്റ്റ ഓപ്പൺ ചെയ്തു, ഈ ന്യൂസ് കണ്ടു. അപ്പൊ എനിക്ക് തോന്നി വേഗം വന്ന് ചൂടോടുകൂടി സംസാരിച്ചങ്ങ് പോവാന്ന്. എന്തേത്താ നടക്കുന്ന ഈ ലോകത്ത്? അതാ എനിക്ക് ചോദിക്കാനുള്ളത്. എന്തേത്താ നടക്കാനുള്ളത്? ഞാനിപ്പം ഈ ലോകത്ത് ജീവിക്കാൻ തുടങ്ങിയിട്ട് 25 കൊല്ലമായി. ഈ 25 കൊല്ലത്തിൽ മേ ബി ഞാനൊക്കെ ഇപ്പൊ വൈബ് മാറിയിട്ടുണ്ടോ? ഇപ്പോഴത്തെ വർത്തമാനത്തിൽ പറയുകയാണെങ്കിൽ തന്ത വൈബ് തള്ള വൈബൊക്കെ ഹിറ്റ് ചെയ്തോന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്നത്തെ ജനറേഷൻ ഗ്യാപ്പ് വളരെ വലുതാട്ടോ. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളൊക്കെ ഈ ലോകത്തല്ലേ ജീവിക്കുന്നത്? ഇത്രത്തോളം ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ലോകമാണ് നിങ്ങൾക്ക്. നിങ്ങൾ ജനിച്ച് വീണത് തന്നെ കമ്പ്യൂട്ടറിൻ്റെയും ലാപ്പിൻ്റെയും ഫോണിൻ്റെയും ഉള്ളിലോട്ടാണ്. കമ്പ്യൂട്ടറും ലാപ്പും ഫോണും നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് അറിയാത്ത കാര്യങ്ങളില്ല. ഞാൻ സത്യസന്ധമായി പറയാലോ, ഞാൻ പ്ലസ് 1 എത്തിയ സമയത്താണ് എനിക്ക് തോന്നുന്നു എൻ്റെ വീട്ടിലൊരു ടച്ച് ഫോൺ വരുന്നത്. അപ്പോഴാണ് ഞാൻ ഈ ഫോണ് ആക്കുന്നത്. എനിക്ക് ഡിഗ്രി ഫസ്റ്റ് ഇയർ പകുതി എത്തിയ സമയത്ത് എങ്ങനെയാണ് എനിക്ക് ഫോൺ കിട്ടിയിട്ടുള്ളത്. ദിവസമായിട്ട് ഫോണിലും ന്യൂസിലും ഒക്കെ നമ്മൾ കാണുന്ന കാര്യമാണ് ഇങ്ങനെ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഹാക്ക് ചെയ്യാൻ വേണ്ടി പല നമ്പറിൽ നിന്നും മെസ്സേജ് വരുന്നു. ഇത് അറിഞ്ഞത് കൊണ്ടാണ് ഞാനത് ഒഴിവാക്കി വിട്ടത്. അപ്പം നിങ്ങൾക്കൊക്കെ ഈ വേൾഡിനെ കുറിച്ചും ഇന്നത്തെ കാലത്തെ എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരുപാട് അറിവുണ്ടായിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കുട്ടികളൊക്കെ ഇമാതിരി പൊട്ടത്തരങ്ങൾ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാവർക്കും അവനവൻ്റെ ലൈഫിൻ്റെ ഒരു ടീനേജ് പ്രായത്തിൽ വരുന്ന ഒരു കാര്യമാണ് ഓപ്പോസിറ്റ് ജെൻഡറോട് തോന്നുന്ന ഒരു പ്രണയം അല്ലെങ്കിൽ ഇഷ്ടം എന്ന് പറയുന്നത്. ഞാനൊക്കെ പഠിച്ച സമയത്ത് എനിക്കും ഉണ്ടായിരുന്നു. അതൊക്കെയെന്ന് വെച്ചാൽ ഒരു പ്രണയം, ഇഷ്ടം മാക്സിമം വന്നാൽ ഒരു കണ്ട് സംസാരിക്കലോ ഒരു അത്ര പോലും ഇല്ല. കാരണം അതിനൊന്നുള്ള ധൈര്യം പോലും അന്നത്തെ കാലത്ത് നമുക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നത്തെയൊക്കെ എൻ്റെ മക്കളെ, നിങ്ങളെയൊക്കെ ധൈര്യം സമ്മതിച്ചിട്ടാ. പ്രണയം എന്ന് പറയുന്നത് ഇന്ന് കൊലപാതക. പ്രണയമല്ല ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ലവ് അല്ല, റിലേഷൻഷിപ്പ് അല്ല. ഇന്ന് അത് ഈസ് ഈക്വൽ ടു കൊലപാതകം, അല്ലെങ്കിൽ സെക്ഷുവൽ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ പ്രഗ്നൻസി, അല്ലെങ്കിൽ അബോർഷൻ. അത്രത്തോളം ഡെവലപ്പായി ലോകത്തിൽ ജീവിച്ച് ഇത്രത്തോളം ന്യൂസും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടും എന്തുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഈ ലെവലിൽ പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പം എനിക്ക് മെഞ്ഞാന്ന് എൻ്റെ വാട്സപ്പിലോട്ട് ഒരു മെസ്സേജ് വന്നു, ഹായ്. ഇപ്പം ഞാൻ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു, ഹൂ ആർ യു എന്ന് ചോദിച്ചു. അപ്പോൾ അവരെനിക്ക് മെസ്സേജ് ഇങ്ങനെ ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണ് മെസ്സേജ് വന്നത്. എന്താ വെച്ചാൽ 5000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ 10000 രൂപ കിട്ടുന്ന. ഞാൻ ആ സെക്കൻഡ് ഇത് പിടിച്ച് ബ്ലോക്ക് ചെയ്തു. നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്തു. ഞാൻ ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു, എനിക്ക് പാല് കുടിക്കാൻ ഇഷ്ടമല്ലാത്ത ആളാണ് ഞാൻ. അപ്പം അമ്മ പണ്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ പാല് കുടിക്കാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് കാപ്പിപ്പൊടിയൊക്കെ ഇട്ട് തരും. ഞാൻ മെല്ലെ അമ്മ അറിയാണ്ട് വാഷ് ബേസിനിലോ അല്ലെങ്കിൽ ചവിട്ടിയിലൊക്കെ കൊണ്ടുപോയി ഒഴിക്കും. ആ ഒരു ചെറിയ കാര്യം, ചെറുതാണോ അറിയില്ല, ചെറിയ കാര്യം പിടിച്ചാൽ തന്നെ അമ്മ വടിയും കൊണ്ട് വന്ന് എന്നെ പിടിച്ച് പൂസിക്കാണ്. അതാണ് ലോകം. പക്ഷെ ഇന്നത്തെ പാരൻസ്, ആ കുട്ടിയുടെ ചോറ്റാനിക്കര ന്യൂസ് നിങ്ങൾ ഫർദർ കേട്ടിട്ടുണ്ട്. ആ ചെക്കൻ വീട്ടിൽ വന്നാ പോകുന്നത്. എവിടെയാണ് നിങ്ങളെ മക്കളെ കാര്യത്തിൽ വിജിലൻ്റ് ആയിട്ടുള്ളത്? എനിക്കറിയില്ല. ഞാൻ കേട്ടതിൻ്റെ പ്രശ്നമാണ്, ഈ ന്യൂസിൻ്റെ പ്രശ്നമാണോ? ഇത്രയും വലിയ കാര്യങ്ങൾ ഇങ്ങനെ നടന്നിട്ട് എന്ത് കണ്ടിട്ട് അക്സെപ്റ്റ് ചെയ്തതെന്ന് എനിക്കറിയില്ല. ഇനി ന്യൂജൻ ഫാമിലി ആയോ? ന്യൂജൻ ടൈപ്പ് ഇങ്ങനെയാണോ? ന്യൂജൻ രീതി ഇതാണോ? എൻ്റെ പൊന്നു മക്കളെ, സ്വന്തം ജീവൻ കളഞ്ഞാൽ നിങ്ങളൊക്കെ ഇപ്പോൾ പ്രണയിക്കുന്നത്. നിങ്ങളുടെ പ്രണയമൊന്നും പ്രണയമല്ല, അതിൻ്റെ ഒരു ഫീലിംഗ് ഒന്നുമുള്ളൊരു സാധനമല്ല. പറയാൻ തന്നെ നാണക്കേട് തോന്നുന്നു. സത്യസന്ധമായി പറയാൻ തന്നെ നാണക്കേട്. 1-2 കേസൊന്നുമല്ല, എത്ര കേസാണ് റീസെന്റ് റിപ്പോർട്ട് ചെയ്തത്. കോട്ടയം പാമ്പാടിയിൽ 14കാരി പൂർണ്ണ ഗർഭിണി. കൊല്ലം സ്വദേശിയായ 16കാരി കുഞ്ഞിന് ജന്മം നൽകി. പത്തനംതിട്ട ഏനാത്ത് 17 വയസ്സുകാരി അമ്മയായി. കുഞ്ഞിനെ 8 മാസം പ്രായം. പെൺകുട്ടിക്ക് കുറച്ചെങ്കിലും ബുദ്ധി ഉപയോഗിക്കുക, കുറച്ചെങ്കിലും സമ്മതിക്കുന്നു. നിങ്ങളുടെ ന്യൂജനാണ്, നിങ്ങളുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനാണ്, എല്ലാം സമ്മതിക്കുന്നു. കുറച്ചെങ്കിലും ഇതൊക്കെ ഉപയോഗിക്കുക. ആസ് എ കൗൺസിലർ എന്ന നിലയിൽ ഇങ്ങനത്തെ ഒരുപാട് കേസസ് എനിക്ക് ഡീൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഈ പ്രഗ്നൻസി കേസൊന്നും എനിക്ക് എൻ്റെ ഭഗവാനെ ഡീൽ ചെയ്യേണ്ടി വന്നിട്ടില്ല. അല്ലാണ്ട് പ്രണയ നൈരാശ്യം, തെറ്റിയതിൻ്റെ പേരിൽ സങ്കടം, പഠിക്കാൻ പറ്റുന്നില്ല, വേറൊന്നും പറ്റുന്നില്ല, ഇങ്ങനത്തെ ഒരുപാട് കേസ്. നിങ്ങളുടെ പ്രായം മനസ്സിലാക്കുക. ഇപ്പം കുട്ടിക്കാലമാണ്, അടിച്ചു പൊളിക്കേണ്ട സമയം. സത്യസന്ധമായി പറയാം, നമ്മുടെ കുട്ടിക്കാലത്ത് അടിച്ചുപൊളി ഒന്നും ഈ ജോലി ജീവിതത്തിൽ ഉണ്ടാവില്ല.
എല്ലാവരും പറയുന്ന സത്യ, കുട്ടിക്കാലത്തിലുള്ള സാധനം ഒന്നും ഉണ്ടാവില്ല. ഇപ്പം ഏറ്റവും ലൈഫിലെ ബെസ്റ്റ് കളർഫുൾ ടൈമാണിത്. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, പഠിക്കുക, ഫുഡ് കഴിക്കുക, കളിക്കുക, ഇത് മാത്രമേ ഉള്ളൂ. ലൈഫിലൊരു ജോലിയൊക്കെ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തം മാറും, നമ്മുടെ കാഴ്ചപ്പാട് മാറും, നമ്മുടെ പേഴ്സ്പെക്റ്റീവ് എല്ലാം മാറും. നമ്മുടെ ലൈഫിനെ നമ്മൾ വേറൊരു രീതിയിലാണ് കാണാൻ തുടങ്ങുക. എനിക്ക് എന്നെ അറിയാലോ, മാറ്റം വരും. ഇത് നിങ്ങൾക്ക് ഒരു ഫ്രീ ആയി എൻജോയ് ചെയ്യേണ്ട ഈ സമയത്താണ് നിങ്ങൾ ഓരോ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ഓരോ കളികൾ കളിക്കുന്നത്. അതും ഡെയിലി ന്യൂസാണ്. ഇങ്ങനത്തെ ന്യൂസ് ആണെന്ന് ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ ഐ ഹംപ്ലി റിക്വസ്റ്റ് നിങ്ങളോട് പറയാണ്, വെറുതെ സ്വന്തം ഭാവി കൊണ്ടുപോയി കളയല്ലേ. എന്ത് ചെയ്യുമ്പോഴും കുറച്ച് ബുദ്ധിയും വിവരത്തോടു കൂടി ചെയ്യാൻ ശ്രമിക്കുക. ലൈഫ് എൻജോയ് ചെയ്യേണ്ട സമയമാണ്. നന്നായി പഠിച്ച് നല്ലൊരു ജോലിയിലെത്തി ലൈഫ് നല്ല സെറ്റിലായി കഴിഞ്ഞതിന് ശേഷം ബാക്കി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് ആലോചിക്കാം. സോ ട്രൈ ടു എൻജോയ് ദിസ് ലൈഫ് അറ്റ് ദിസ് ടൈം. വേറെ ഒന്നുമേ പറയാനില്ല, കാരണം ഇതിലൂടെ എന്ത് പറയാനാണ്. So guys, stay tuned for the next video and don't forget to subscribe. Bye bye. Love you.